പല ആളുകൾക്കും തനിച്ചായിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണ്. കാരണം ഇതവരെ വല്ലാതെ വിരസതയുള്ള മടുപ്പുള്ള ഒന്നാക്കി മാറ്റുന്നു. വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടേക്കാം. പല അനാവശ്യ ചിന്തകളിലും കുരുങ്ങിക്കിടന്നേക്കാം. ഇത്തരത്തിൽ തനിച്ചായിരിക്കുന്ന സന്ദർഭങ്ങളിൽ പലർക്കും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഇതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കമ്പനി ആസ്വദിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തനിച്ചായിരിക്കുന്ന സമയങ്ങളിൽ എങ്ങനെ കൂടുതൽ എനർജറ്റിക്കായി നിലനിൽക്കാമെന്നും കൂടുതൽ ഹാപ്പിയായി കൂടുതൽ പീസ്ഫുള്ളായി നിങ്ങളുടെ സ്വന്തം കമ്പനി എങ്ങനെ ആസ്വദിക്കാമെന്നുമാണ്. തനിച്ചായിരിക്കുക എന്നതിനർത്ഥം ഒറ്റപ്പെടുക എന്നല്ല. വാസ്തവത്തിൽ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കഴിവുകളിൽ ഒന്നാണ് ഏകാന്തതയിൽ പ്രാവീണ്യം നേടുക എന്നുള്ളത്. ഹൗ ടു ബി ഹാപ്പി അലോൺ. ഫസ്റ്റ് വൺ, ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്. സീ അലോൺ ടൈം ആസ് പവർ. ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾ അവർ കംപ്ലീറ്റ് ആകണമെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം വേണമെന്ന് ചിന്തിക്കുന്നു. ശക്തരായ ആളുകൾ വളരാനും സൃഷ്ടിക്കാനും റീചാർജ് ചെയ്യാനും ഒറ്റയ്ക്കുള്ള അവരുടെ സമയം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക. തനിച്ചായിരിക്കുക എന്നത് ഒരു ബലഹീനതയല്ല, അത് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ സന്തോഷത്തിനായി നിങ്ങൾ ഒരിക്കലും ആരെയും ആശ്രയിക്കില്ല. സ്റ്റെപ്പ് 2, ഫൈൻഡ് എ പാഷൻ ദാറ്റ് കീപ്സ് യു എൻഗേജ്ഡ്. നിങ്ങളൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടില്ല. പകരം നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നു. നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഒരു ഹോബി അല്ലെങ്കിൽ വൈദഗ്ധ്യം കണ്ടെത്തുക. വായന, എഴുത്ത് അല്ലെങ്കിൽ പെയിൻറ്റിംഗ്, ഫിറ്റ്നസ്, സ്പോർട്സ് അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ്, മ്യൂസിക്, കോഡിംഗ്, ഫോട്ടോഗ്രാഫി ഓർ ബിസിനസ്. ഇത്തരത്തിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ പോലും പാഷൻ നിങ്ങൾക്കൊരു ലക്ഷ്യബോധം നൽകുന്നു. അർത്ഥവത്തായ എന്തെങ്കിലും ഉള്ളപ്പോൾ ഏകാന്തതയ്ക്ക് അവിടെ സ്ഥാനമില്ല. സ്റ്റെപ്പ് 3, ബിൽഡ് എ റൊട്ടീൻ ദാറ്റ് യു ലവ്. നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റിയും ഹാപ്പിനെസ്സും നൽകുന്ന ഒരു ഡെയിലി സ്ട്രക്ചർ ഡിസൈൻ ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ, മോർണിംഗ് എക്സസൈസ്, ജേർണൽ ഓർ മെഡിറ്റേറ്റ്. ആഫ്റ്റർനൂൺ പുതുതായി എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുക. ഈവനിങ് റിലാക്സ്, വാച്ച് എ മൂവി ഓർ എൻജോയ് എ ഹോബി. നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു റൊട്ടീൻ ഉള്ളപ്പോൾ തനിച്ചായിരിക്കുന്നത് നല്ലതായി തോന്നുന്നു, ശൂന്യമായല്ല. പുരോഗതിയിൽ നിന്നാണ് സന്തോഷമുണ്ടാകുന്നത്, സോഷ്യലൈസിങ് മാത്രമല്ല. സ്റ്റെപ്പ് 4, ഡെവലപ്പ് എ സ്ട്രോങ് മൈൻഡ് സെറ്റ് ആൻഡ് സെൽഫ് ടോക്ക്. ഏകാന്തരായ ആളുകൾ ചിന്തിക്കുന്നത് എനിക്ക് സുഖം തോന്നാൻ ഒരാളെ വേണമെന്നാണ്. സ്വതന്ത്രരായ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കമ്പനി ആസ്വദിക്കുന്നു എന്നാണ്. നിങ്ങളുടെ സംസാരം മെച്ചപ്പെടുത്തുക. ഞാൻ തനിച്ചാണ് എന്നതിന് പകരം എനിക്കായി സമയമുണ്ട് എന്ന് പറയുക. എനിക്ക് ആളുകളെ വേണം എന്നതിനു പകരം എപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുക. ഏകാന്തതയെ ഒരു ശിക്ഷയായല്ല, ഒരു അവസരമായി കാണാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു. ശക്തിയോടെ നിങ്ങളോട് സംസാരിക്കുക. സ്റ്റെപ്പ് 5, സ്ട്രെങ്തൻ യുവർ ബോഡി ആൻഡ് മൈൻഡ്. ശാരീരികമായും മാനസികമായും സ്വയം പരിപാലിക്കുക. ദിവസവും വ്യായാമം ചെയ്യുക. ഇത് മാനസികാവസ്ഥയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കുകയും നിങ്ങളെ മാനസികമായി ശക്തരാക്കുകയും ചെയ്യുന്നു. മെഡിറ്റേഷൻ, ഇത് നിശബ്ദത ആസ്വദിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും ശക്തമാകുമ്പോൾ ഏകാന്തത സമാധാനമായി മാറുന്നു. സ്റ്റെപ്പ് 6, എൻജോയ് ദ സ്മാൾ തിങ്സ്. സന്തോഷം എന്നത് വലിയ സംഭവങ്ങളെക്കുറിച്ചല്ല, അത് ദൈനംദിന നിമിഷങ്ങൾ ആസ്വദിക്കുന്നതാണ്. സൂര്യോദയം നോക്കി ഒരു കാപ്പി കുടിക്കുന്നത്, പ്രകൃതിയിൽ നടക്കുക, ശുദ്ധവായു ശ്വസിക്കുക, ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളോ മ്യൂസിക്കോ കേൾക്കുക. ചെറിയ കാര്യങ്ങളെ വിലമതിക്കാൻ തുടങ്ങുക. നിങ്ങൾക്കൊരിക്കലും ഒറ്റപ്പെടൽ അനുഭവപ്പെടില്ല. കൃതജ്ഞത ഏകാന്തതയെ സന്തോഷമാക്കി മാറ്റുന്നു. സ്റ്റെപ്പ് 7, സോഷ്യലൈസ് വെൻ യു വാണ്ട് ബട്ട് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്. ഒറ്റയ്ക്കായിരിക്കുമ്പോഴും സന്തോഷവാനായിരിക്കുക എന്നതിനർത്ഥം ആളുകളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നല്ല. നിങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയമായി മറ്റുള്ളവരുമായി ബന്ധപ്പെടാം. അവരുടെ ആവശ്യം നിങ്ങൾക്കില്ലാതെ തന്നെ. നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ മാത്രം ഓൺലൈൻ കമ്മ്യൂണിറ്റികളിൽ ചേരുക, ഇവൻറ്റുകളിൽ പോവുക അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണുക. ആളുകളെ ആസ്വദിക്കൂ, അവരുടെ കമ്പനി ആസ്വദിക്കൂ. എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിനായി ഒരിക്കലും അവരെ ആശ്രയിക്കരുത്. ഫ്രണ്ട്സ്, ഒറ്റയ്ക്ക് സന്തോഷവാനായി ഇരിക്കുന്നതിൽ നിങ്ങൾ പ്രാവീണ്യം നേടിയാൽ നിങ്ങൾ തടയാൻ കഴിയാത്തവരായി മാറുന്നു. ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും പ്രസരിപ്പിക്കുന്നതിനാൽ നിങ്ങൾ സ്വാഭാവികമായും ആളുകളെ ആകർഷിക്കും. സന്തോഷം ഒരു വൈദഗ്ധ്യമാണ്,
അത് പരിശീലിപ്പിക്കുക. നിങ്ങൾക്കിനി ഒരിക്കലും ശൂന്യത അനുഭവപ്പെടില്ല.